മഴ കുറഞ്ഞെങ്കിലും സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷമാണ്. 9 മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. 27 വീടുകൾ പൂർണ്ണമായും 196 വീടുകൾ ഭാഗികമായും തകർന്നു. 209 ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. 6000-ഓളം പേരെ മാറ്റിപ്പാർപ്പിച്ചു ഇതിനകം. വിവിധയിടങ്ങളിലെ അപകട സാധ്യത കണക്കിലെടുത്ത് 209 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് സംസ്ഥാനത്താകെ പ്രവർത്തിക്കുന്നത്. 5792 പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റി. 27 വീടുകൾ പൂർണ്ണമായും 196 വീടുകൾ ഭാഗികമായും തകർന്നു. മഴയുടെ തീവ്രത കുറഞ്ഞാലും ജാഗ്രതയിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. ദുരന്ത സാധ്യതാ മേഖലകളിൽ രക്ഷാപ്രവർത്തനവും നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ടെന്നും റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു. ഏത് സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാലും അതിന് തയ്യാറെടുക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തിയിരിക്കണം. അത് താഴെ തട്ട് വരെ നടത്തിയിരിക്കണം എന്നുള്ള നിർദ്ദേശമാണ് മൺസൂണിന് മുമ്പ് തന്നെ നൽകിയിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും നിയന്ത്രണ വിധേയമാണ്. അതേസമയം മുന്നറിയിപ്പ് നൽകിയില്ലെന്ന വിമർശനങ്ങൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും തള്ളി. മഴയുടെ കാഠിന്യം കുറയുമെന്ന വിലയിരുത്തലുണ്ടെങ്കിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഇതിനാൽ ജാഗ്രത തുടരണമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥാ വകുപ്പും അറിയിക്കുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.